ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നെനിക്ക് ലീവാണ്, വെള്ളിയാഴ്ച ഫ്രൈഡേ ഓഫാണ്. അതുകൊണ്ട് ഇന്ന് ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ച്. ഇന്ന് പോകുന്ന നമ്മൾ അൽഗോറിൽ മറ്റേ വേൾഡ് കപ്പൊക്കെ നടന്ന സ്റ്റേഡിയം ഇല്ലേ, അൽബയാത്ത് സ്റ്റേഡിയം. ആ ഭാഗത്ത് ഇങ്ങനെ നടക്കാമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സ്റ്റേഡിയത്തിന് നേരെ ഓപ്പോസിറ്റ് സൈഡ്, റോഡിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നല്ല അടിപൊളി റോഡുമെല്ലാം ഇവിടെ, നല്ല വിജനമായ ഏരിയ. നോക്കി സ്റ്റേഡിയം ഞാൻ സൂം ചെയ്തിട്ട് കാണുന്നത് ഈ വീഡിയോ, സൂം ചെയ്തിട്ടെടുക്കുന്ന വീഡിയോ. ആ ദൂരെ ഈ റോഡ് ക്രോസ് ചെയ്ത് വേണം എനിക്ക് അപ്പുറം കിടക്കാൻ. ഇത് നോക്കാം, മുതലുള്ള നിശ്ചിത ആരുമില്ല, വണ്ടികളൊന്നും അങ്ങനെ വരുന്നൊന്നുമില്ല. ഇതുവഴി ഇങ്ങനെ ഞാൻ ദൂരം സൂം ചെയ്താൽ അടിപൊളി പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഫ്രണ്ട് ഇതെല്ലാം പാർക്കിംഗ് ഏരിയ കേട്ടോ. നിങ്ങൾ ഈ താറിട്ട റോഡ് കണ്ടിരിക്കുന്നത് ഇത് റോഡല്ല, താറ് ഇട്ടിട്ട് അവിടെ പാർക്കിങ്ങിന് വേണ്ടി സൗകര്യം ചെയ്തു. ഒരു ലക്ഷം പാർക്കിങ്ങുകളുണ്ടാവും വണ്ടികൾക്ക്. പാർക്കിങ് അത്രയ്ക്കും സൗകര്യമില്ല. അത്രയും 50-100 ഏക്കറോളം വരും ടോട്ടൽ എന്ന് തോന്നുന്നത്. ഏരിയ മൊത്തം കവർ. സ്റ്റേഡിയത്തിന് പുറത്ത് നല്ല ഗാർഡനിങ്ങും ചെറിയ ഗ്രൗണ്ട് പോലെ കുട്ടികൾക്ക് കളിക്കാനുള്ളതും ഫാമിലിക്ക് ശരിക്കും നല്ല ഈ അത്ഭുത സ്റ്റേഡിയം നടന്ന് ഇപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ മുന്നിലെത്തി. നല്ല വ്യൂ ഏരിയ ആണ്. അതിൻ്റെ മുന്നിലത്തൊരു ഇതാണ് കേട്ടോ അവിടെ. ഈ സ്റ്റേഡിയത്തിൻ്റെ ഇത് അൽബയാത്ത്, ഇത് വേൾഡ് കപ്പിൻ്റെ ഏറ്റവും കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയമാണ് ഇത്, അൽബയാത്ത് സ്റ്റേഡിയം. പിന്നെ ഇതിൻ്റെ ഇതെടുത്തതെന്ന് വെച്ചാൽ നമ്മളൊരു നാട്ടിലൊരു ടെൻ്റല്ലല്ലോ, ഒരു കല്യാണ പന്തൽ, അതുപോലെ പന്തൽ പോലത്തെയാണ് ഇതിൻ്റെ മോഡൽ. നമുക്ക് അടിപൊളി ഇതാണ്. അതിൻ്റെ പുറമെ ഇങ്ങനെ നടക്കാൻ നല്ല സെറ്റപ്പ്, പച്ചപ്പുല്ലെല്ലാം ഫിറ്റ് ചെയ്ത് നല്ല അടിപൊളി, നല്ല കണ്ണിന് കുളിർമയേറുന്ന ഇതാണ്. ഇതിൻ്റെ ചുറ്റുപാട് വലിയ ഗാർഡനിങ് കാര്യങ്ങളും ചെയ്തിട്ട് നോക്കാം. ഞാനിങ്ങനെ നടന്ന്, ഞാൻ ഒറ്റക്കേ ഉള്ളൂ, ഞാനിങ്ങനെ നല്ല നടന്നിങ്ങനെ ഈ ഏരിയയെല്ലാം ഒന്ന് കവർ ചെയ്ത് ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയത്. ഇന്ന് ലീവെല്ലാം വെച്ച് നന്നു. ഇപ്പോൾ ചൂട്, നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ. മഴയില്ല, ചൂട്. നാട്ടിൽ നല്ല മഴയല്ലേ, പക്ഷേ ഇവിടെ ചൂടെല്ലാം ഒന്ന് മാറി നോർമൽ. ഇത് നോക്കാം, നല്ല ഒരു പൂള് പോലെ സംഭവം. ഇത് പൂള് പോലെയാണ്. പൂളിൻ്റെ അകത്ത് അടിപൊളിയായിട്ട് നല്ല രസമുണ്ട്. നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഭംഗി. ഇപ്പോൾ ക്യാമറ അങ്ങനെ ക്ലിയറായി കാണുന്നു, തിരിയുന്നറിയില്ല. പൂളിൻ്റെ അകത്ത് ഈത്തപ്പന നട്ടിട്ട് അതിൻ്റെ ആ വ്യൂ കാണും, അടിപൊളി. എവിടെ സൂപ്പർ വ്യൂ ആണ് കണ്ട. നല്ല തെളിഞ്ഞ വെള്ളം, നല്ല നീല കളർ വെള്ളമാണ്. ഇത് ശരിക്കും നമ്മൾ സ്വിമ്മിങ് പൂൾ പോലെ, പക്ഷേ വലിയൊരു പൂൾ പോലെ തന്നെ. അത് അതിൻ്റെ അടുക്ക് സെറ്റപ്പ്. ഇതെല്ലാം സ്റ്റേഡിയത്തിന് നേരെ മുമ്പ് വെച്ച സൈഡിൽ ഇങ്ങനെ ഒരു ഇത് ഗാർഡനിങ് ചെയ്ത് അതിനെ സെറ്റാക്കി എടുത്തതാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ നല്ല വന്ന് ഫാമിലിയായിട്ട് കുട്ടികളായിട്ട് വന്ന് കറങ്ങാൻ പറ്റിയ ഖത്തറിലെ എല്ലാവർക്കും ഇവിടെ. പിന്നെ ഇതിൻ്റെ അടുത്തുള്ള നമ്മൾ ജിം ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. നല്ല വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ എല്ലാ സൗകര്യമുണ്ട്. ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് വർക്കൗട്ട് ചെയ്യാൻ എല്ലാ സൗകര്യമുണ്ട്. എക്സസൈസ് ചെയ്യേണ്ട എല്ലാ വസ്തുക്കളും ഇവിടെ ഉണ്ട്. അത് നല്ല ഓപ്പൺ ഏരിയ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സ്റ്റേഡിയം നേരെ മുൻവശത്താണ് ഇത് വരുന്നത് കേട്ടോ. സ്റ്റേഡിയത്തിൻ്റെ സൈഡിൽ ഞാൻ നടന്നു പോകുന്ന നല്ല വഴികളിലുള്ള നല്ലൊരു ഏരിയ. അങ്ങനെ ഞാൻ നടന്നൊരു തടാകത്തിൻ്റെ അടുത്തെത്തി. തടാകം പോലെ പൂള് പോലത്തെ ഇങ്ങനെ വലിയൊരു പൂളാണ്. കുറേ മരങ്ങളും നട്ട് അതിൻ്റെ അടുത്ത് അകത്ത് സെൻറ്റർ കണ്ടൊരു കുറച്ച് മരങ്ങളും നട്ട് അതിൻ്റെ അകത്ത് മൊത്തം താറാവുകളാണ്. കുറച്ച് ദൂരെ കാണാൻ പറ്റില്ല, കാരണം വെച്ചാൽ അടുത്ത് ഇപ്പോൾ ചെറിയ വർക്ക് നടക്കുന്നത് നമുക്ക് അടുത്ത് പോകാൻ പറ്റില്ല. അത് ബാരിക്കേഷൻ ചെയ്തു. ആ വൈറ്റ് കാണുന്നില്ല താറാവുകൾ അങ്ങ് കാണും. അങ്ങനെ അതിൻ്റെ വെള്ളത്തിൽ ഇങ്ങനെ കറങ്ങി കളിക്കും. പിന്നെ ഞാനിങ്ങനെ നടന്ന് ഇതെല്ലാം ഇഷ്ടംപോലെ ഫാമിലീസ് ഉണ്ട്. ഞാൻ പിന്നെ വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ഫുൾ ഫാമിലീസ് ഉണ്ട്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് നല്ല ആൾക്കാരുണ്ട്. അങ്ങനെ നടന്ന് ഏകദേശം ഞാൻ ബാക്ക് സൈഡിൽ നിന്ന് എത്തി, പുറത്തെത്താനായി. ഇതൊക്കെയാണ് ഈ അൽബയാത്ത് സ്റ്റേഡിയത്തിൻ്റെ കാഴ്ചകൾ. ഔട്ട് സൈഡിൽ അൽഗോറാണ് ഇതിൻ്റെ ലൊക്കേഷൻ ഇരിക്കുന്നത്. അൽബയാത്ത് സ്റ്റേഡിയം പ്രവാസികൾക്കുള്ള വൈകുന്നേരങ്ങളിൽ വന്ന് ഇവിടെ ഇരുന്ന് കാഴ്ചകൾ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.